പ്രിയപ്പെട്ട മനുഷ്യസ്നേഹികളെ, ഇന്ന് ഞാൻ യാദൃശ്ചികമായി എന്റെ കൂട്ടുകാരെനിക്ക് അയച്ചു തന്ന ഒരു വാട്സപ്പ് വീഡിയോ കാണാനിടയായി. ഞാനത് കണ്ടു. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ ആദ്യം വായിച്ച ആ അഭിസംബോധനം ചെയ്ത വരിയാണ് പ്രിയപ്പെട്ട മനുഷ്യസ്നേഹികളെ. ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്ത ഒരു വാട്സപ്പ് വീഡിയോ. പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെട്ട, ഇന്ന് പ്രസംഗവേദിയിൽ അറിയപ്പെട്ട സിംസാറുൽ ഹക്ക് എന്ന മതപണ്ഡിതൻ പറഞ്ഞ വാക്കാണ്. നിങ്ങളത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും ആ വാട്സപ്പ് ക്ലിപ്പ്. അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിൽ ഹിന്ദു സഹോദരന്മാരുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാവോ, അവര് പാചകം ചെയ്തത് കഴിക്കാവോ, അവരെ കൂടെ കഴിയാവോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ സിംസാറിലേക്ക് ഉത്തരങ്ങൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു മാന്യമായ രീതിയിൽ തന്നെ. പക്ഷെ പെട്ടെന്ന് സംസാരത്തിന്റെ ഒഴുക്ക് കണ്ടിച്ചുകൊണ്ട് സിംസാറിലേക്ക് പറഞ്ഞ ഒരു കാര്യം അതാണ് നമുക്ക് വേദനാജനകമാക്കിയത്. പറഞ്ഞത് 10-20 വർഷമായിട്ട് നിനക്ക് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അവനുണ്ടാക്കി ചെയ്യുന്നത് തിന്നാവോ കുടിക്കാവോ എന്റെ കൂടെ കയ്യാവോ എന്നൊക്കെ നീ ചോദിച്ചപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നല്ല വേദനയായി തോന്നിയത്. സിംസാറിലൊക്കെ ഹാക്ക് പറയുന്ന കാര്യമാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല വേദന തോന്നിയത്. ഇത്രയും കാലം നിന്റെ കൂടെ അവൻ കൂടിയിട്ട് അവനെ നിനക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊരു വാക്ക്. എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുള്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അത്രയും കടുപ്പമേറിയ വാക്കാണത്, അല്ലേ? കൂടെ കഴിയുന്നവരെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. സുഹൃത്തെ സിംസാറെ, ഈ രീതിയിലേക്ക് കൂടെ കഴിയുന്ന ഹിന്ദു ചിന്തിച്ചാലോ? നമ്മൾ ഈ ഗോപാലകൃഷ്ണന്മാരെയും ശശികലമാരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിൽ നിന്റെയൊക്കെ നാക്ക് വലിയൊരു പങ്ക് വഹിച്ചില്ലേ സിംസാറെ? വിവരമുണ്ട്, പഠിപ്പുണ്ട്. പക്ഷെ എന്താണ് ഇന്ത്യയുടെ സംസ്കാരം നീ നോക്കണ്ടായിരുന്നു? നമ്മളിവിടുന്ന് മതം ഉണ്ടാക്കാനാണോ സൗദിയിലേക്കും ഖത്തറിലേക്കും ഒമാനിലേക്കും പോയത്? അവർക്ക് ക്ലാസ്സാണല്ലോ നീ കൊടുത്തത്. നീ കൂടെ കഴിയുന്നവനെ മുസ്ലിമാക്കാൻ നോക്കണമെന്ന് അതാണോ നീ പറയേണ്ടത് വാക്ക്? അല്ല, അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഇന്നമല്ല അമാല് വന്നിയ, ഞാൻ ഇവിടെ അവരിവിടുന്ന് പാസ്പോർട്ട് അടിച്ച് പോയത് ജോലിക്കാണ് സിംസാറെ. എവിടെ എത്തിയാലും അള്ളാന്റെ ഭൂമിയിൽ അവൻ ഇബാദത്ത് ചെയ്യാം. തബല്ലഹ്, പ്രബോധനം എന്ന വാക്ക് അവിടെ നിൽക്കട്ടെ. അവന്റെ നിയ്യത്ത് തബലീഹിനല്ല, പ്രബോധനത്തിനല്ല. അവൻ ജീവിക്കാൻ പോയവനാണ്. മനുഷ്യനായി ജീവിച്ച് മാതൃക കാണിക്കണം. അവന്റെ കുടുംബത്തെ ഞാൻ പോറ്റണം. ആ ആളോട് നീ അവിടെ വെച്ചിട്ട് പ്രബോധനം നടത്തിക്കൊണ്ട് കൂടെയുള്ളവനെ, കൂടെ കിടക്കുന്നവനെ, സഹകരിച്ചവനെ, വിശ്വസിച്ചവനെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആവശ്യമായ പ്രബോധനം നടത്തുന്നു പറഞ്ഞാൽ അതെന്ത് തെറ്റാണ്? ഞാൻ ഈ ചോദിക്കുമ്പോൾ ചില മുസ്ലിംകൾക്ക് തന്നെ തോന്നിയേക്കാം ഇവനെന്ത് ക്രൂരതാണ് ഈ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നിന്നല്ല. ഇതേപോലെ പ്രബോധനം ഒരു ശശികലയോ മറ്റേതെങ്കിലും ആരെങ്കിലും ഒന്ന് നടത്തിയതിന്റെ ശേഷം കൂടെ നിൽക്കുന്ന ഹിന്ദു ആരാണോ അവൻ ചിന്തിക്കുകയാണ്. അവനോട് അവന്റെ മത നേതാക്കന്മാർ ചോദിക്കുന്നു, ഇത്രയും കാലം ആ മുസ്ലിം നിന്റെ കൂടെ കഴിഞ്ഞിട്ട് ആ മുസ്ലിം നിനക്ക് ഹിന്ദു ആക്കാൻ കഴിഞ്ഞിട്ടില്ലേ സഹോദര? അവന് 2ാം ജന്മത്തിൽ പട്ടിയോ പൂച്ചയായി അല്ലേ പോവുക? നമ്മുടെ വിശ്വാസപ്രകാരം അവന് സ്വർഗം വേണ്ടേ? അവനൊരു നല്ല ജന്മം വേണ്ടേ എന്ന് ചോദിക്കുമ്പോ അവിടെയാണ് നീ മനസ്സിലാക്കേണ്ടത്. പ്രബോധനം ഒരു വശത്ത് മാത്രമല്ല, മതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രബോധനമുണ്ട്. മാന്യമായ രീതിയിൽ ഉപദേശങ്ങൾ നടത്തേണ്ട സമയത്ത് ഇത്തരത്തിൽ മൈക്ക് വെച്ച് വാട്സപ്പ് ആക്കിയിട്ടും അതുപോലെ തന്നെ പരസ്യമായ രീതിയിൽ ഈ രീതിയിൽ നടത്തി വന്നാൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയോ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനിയും ഒക്കെ? എത്ര ആൾക്കാർ ഇടതിങ്ങി ജാതി എന്താണ് മതം എന്താ അറിയാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ 14-15 വർഷത്തോളം അനുഭവിച്ചവനാണ്. നിങ്ങൾ പ്രസംഗം നടത്തിയിറക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും വേർപ്പ് പൊട്ടി ജീവിച്ച് ജാതി എന്താണ് മതം എന്താണെന്ന് അറിയാതെ ഗൾഫ് നാടുകളിൽ ഒരൊറ്റ റൂമിൽ വെച്ച് വേവിച്ച് തിന്ന് ജീവിച്ചവരാണ്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് വെറുതെ എങ്കിലും മുത്തുനബീന്റെ കഥയോ ഖുർആന്റെ ഒരു വരിയോ പറയുമ്പോൾ എന്താണ് ആ ഹിന്ദു ആ ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടത്? ഇവൻ സിംസാറിന്റെ പദം നടപ്പിലാക്കാൻ പോകുന്നു, അവൻ സിംസാറിന്റെ വാക്ക് പ്രാബല്യത്തിലാക്കാൻ പോകുന്നു, അവൻ എന്നെ ഉപദേശിക്കാൻ ഒരുങ്ങുന്നു, അവൻ എന്നെ ഇസ്ലാമിലേക്ക് കെട്ടിവലിക്കാൻ ഒരുങ്ങുകയാണ്. അല്ല സുഹൃത്തെ, പിന്നെ എത്രത്തോളം ഉണ്ടാവുക നല്ല ബന്ധം? ആ നല്ല ബന്ധത്തിന്റെ ഇടയ്ക്ക് ഇഴവിട്ടു പോവുകയല്ലേ ചെയ്യുന്നത്? മതങ്ങളായിട്ട് പോട്ടെ, നിങ്ങൾക്കൊക്കെ പ്രസംഗങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് മുഴുവൻ നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് തട്ടത്തും മറയത്ത് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ആ രൂപത്തിലേ കാണുന്നുള്ളൂ. ഒരുപാട് ഫ്ലക്സുകൾ കാണാം. ഒരു പ്രത്യേകതരം ഫോത്ര എന്ന് പറഞ്ഞ ഗൾഫിലുള്ള ഒരു സംഭവം, ഒരു തട്ടം. അതൊന്നും ഇവിടുത്തെ മലയാളിക്കോ ഇല്ല ഇന്ത്യക്കാരന്റെ ഒരു വസ്ത്ര രീതിയൊന്നുമല്ല, അനുകരിക്കുകയാണ്. അത്തരത്തിൽ ഫോത്ര റസൂൽ വരെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഈകാളും ഫോത്രയിട്ട് നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. തട്ടത്തിൽ മറയത്ത് കുറെ ഉസ്താദന്മാർ ഈ തട്ടത്തോട് ഇറങ്ങിയ ആ കൂട്ടത്തിലാണ്. എന്തും ഇതിനൊക്കെ ഫത്വകൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ സംസാരിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിംസാർ തന്നെയല്ലേ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് റസൂലിന്റെ ഹദീസിനെ തള്ളിക്കൊണ്ടല്ലേ നിങ്ങളെ വാക്ക് വന്നത്? കച്ചവടം സോപ്പൊക്കെ ഉപയോഗിച്ചാൽ മതി, നായ തൊട്ടിട്ടുണ്ടെങ്കിൽ മണ്ണും വെള്ളം തന്നെ വേണം നിർബന്ധമില്ല എന്നുള്ള വാക്ക്.
നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇത്രമാത്രം നിന്ദിച്ചുകൊണ്ടൊരു വർത്താനം പറയാൻ? സോപ്പെന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മണ്ണിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല. അതിന് മുന്നേ അങ്ങനെ പറയാൻ പറ്റുമോ? ഇനി ഇത്തരത്തിൽ പ്രബോധനം നടത്തുന്ന കാര്യം തന്നെ ആവട്ടെ, മൈക്ക് കെട്ടി ഈ രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ, നിങ്ങളുടെ കാരണവന്മാർ, അവർ നടത്തി വന്ന വാക്കുകളിൽ ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ ശബ്ദങ്ങൾ തന്നെ ആവട്ടെ, നിങ്ങൾ പറയേ നടത്തിയോ? വർഷങ്ങളോളമായിട്ട് കൈറോയിൽ വരെ പോയിട്ട് മതവിദ്യാഭ്യാസം നേടി, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടി വന്ന ആളാണ് ശബ്ദങ്ങൾ. നടത്തിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ജനങ്ങളെ നോവിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് ഒരു നിങ്ങൾ മതപ്രബോധനം നടത്തണമെന്നോ അതല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്തിട്ടുണ്ടോ? ഒരു സംസാരം നടത്തിയിട്ടുണ്ടോ? അതുമില്ല. എന്തോ പറയുന്നു. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ വാക്കുകൾ നിലനിൽക്കാൻ വേണ്ടി കൂടുതൽ നിങ്ങൾക്ക് വയലു സ്റ്റേജുകൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏക പ്രവർത്തനമാണിപ്പോ പുതിയ ഫത്വകൾ കണ്ടെത്തുക. അതിനാവശ്യമായ ഹദീസുകൾ വളച്ചുകെട്ടി ഹദീസുകൾ ഉണ്ടാക്കിയെടുക്കുക. ബലപ്പെട്ട ഹദീസുകൾ തള്ളിക്കൊണ്ട് വക്കും മൂലയും താണ്ടിപ്പോയ ഏതോ ഒരു സാഹിബിന്റെ ഹദീസ് എടുത്ത് നിങ്ങൾ വെച്ച് കാര്യം നിങ്ങൾ അടിച്ചു വീഴ്ച പറയും. നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യം ഒരു ഉസ്താദിനേക്കാൾ ഒരു ഉസ്താദിന് മേലോട്ട് കയറണം, 4 ഓർഡറും സ്റ്റേജും കൂടുതൽ കിട്ടണം. ഇത് തന്നെയാണ് സത്യം. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് ഈ രീതിയിലാക്കി ഇനിയിപ്പോ അടുത്ത കാലത്ത് ഒരാളെ ഹദീസും ഒരു കബീർ വാക്കവി എന്ന് പറഞ്ഞ ഒരാള് ഒരു ഹദീസൊക്കെ ഒരു തേടി പിടിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് പറഞ്ഞ വാക്കാ. എന്താ പറഞ്ഞത്? 10,000 ചില്ലാൻ കോടി കിലോമീറ്റർ മുകളിൽ നിന്നാണ് മഴത്തുള്ളി വരുന്നത്. അങ്ങനെ വന്ന മഴത്തുള്ളി നമ്മളെ തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചു പോകുന്നു. ശാസ്ത്രം ഇതുവരെ കാണാത്ത രീതി. 12 കിലോമീറ്ററേ ഉള്ളൂ എന്നും 1 മിനിറ്റിൽ 500 മീറ്ററാണ് ഇതിന്റെ സ്പീഡെന്നും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്നിട്ട് അതിന് നിന്ദിച്ചുകൊണ്ട് എവിടുന്ന് കിട്ടി എനിക്ക് ഇത്തരത്തിലുള്ള ഹദീസ്? ഇനി നീ വയല് പറഞ്ഞ് കബീറിനോടാണ് ഈ ചോദ്യം. നീ വയല് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ജനങ്ങളോട് ഇനി എങ്ങനെയാണ് തിരിച്ചു പറയേണ്ടത്? എങ്ങനെയാണ് മാപ്പ് പറയേണ്ടത്? എങ്ങനെയാണ് തിരിച്ചു പഠിപ്പിക്കേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കബീറാവട്ടെ, നൌഷാദാവട്ടെ, ഈ പറഞ്ഞ സിംസാറാവട്ടെ, ഇവരൊക്കെ നിങ്ങളൊക്കെ സംസാരിച്ചു പോയ വേദികളിലേക്ക് വീണ്ടും ഒരു ഉസ്താദിനെയും കൂടി കൊണ്ടുവന്ന് തർജ്ജമ ചെയ്യിക്കേണ്ട അവസ്ഥ വരാൻ പോണത്. ഉസ്താദെ, വലിയൊരു ഉസ്താദ് ഇന്നലെ സംസാരിച്ചു പോയി, ഈ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഒന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു തരി, എന്നിട്ട് ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് നിങ്ങളൊക്കെ പോകുന്നത്. മത്സര ബുദ്ധിയോട് കൂട്ടിയാണ് നിങ്ങൾ നീങ്ങുന്നത്. ഒരു കാര്യം സിംസാറിനോട് ഞാൻ പറയുന്നു, ദയവായിട്ട് നാവിനെല്ലില്ലാത്ത ഇത്തരത്തിൽ സംസാരത്തിൽ നിങ്ങൾ പറയാൻ പാടില്ല. ഈ നമ്മൾ പ്രബോധനം നടത്താൻ പോയവരല്ല, പ്രബോധനം നടത്തേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും ജീവനുണ്ട്, ബുദ്ധിയുണ്ട്, കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരെ മക്കളെയും മറ്റുള്ളവരെ മക്കളെയും താലോലിച്ചു കൊണ്ടുവന്ന കുട്ടികളെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഹിന്ദുവിന്റെ പേരിൽ അങ്ങോട്ടും വലിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ക്രിസ്ത്യാനിയായിട്ട് അങ്ങോട്ടും വലിക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിന് അങ്ങോട്ട് വലിക്കാൻ പാടില്ല, മുസ്ലിമിന് മാത്രം ഇങ്ങോട്ട് തോണ്ടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ പരിപാടി ഒന്ന് നിർത്തുക. മതങ്ങൾ മതത്തിന്റെ വഴിക്ക് തന്നെ വിട്ടേക്ക്. നിങ്ങൾക്ക് തബ്ലീഗ് നടത്താം, നിങ്ങൾക്ക് പ്രബോധനം നടത്താം. ആ നടത്തുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നമ്മുടെ തൊഴുത്തിൽ തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നിലവിലുള്ള മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് പ്രശ്നം. അവരെ നീ പഠിപ്പിക്കുക. മുസ്ലിമിൽ തന്നെ ഉള്ള വ്യക്തികൾ തന്നെ 90% ആരാണ്? മുസ്ലിം എന്ന വൃത്തത്തിന് പുറത്താണ് നിൽക്കുന്നത്. മുസ്ലിം നാമധാരികൾ മാത്രമായി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. 10% മാത്രമേ ആരുള്ളൂ മുസ്ലിമിൽ കൃത്യമായ പരിപാലനമായ രീതിയിൽ മുസ്ലിം സംവിധാനത്തെ നോക്കുന്നവരുള്ളൂ എന്നുള്ള സത്യം. ബാക്കി 90% കൂടെ പരിപൂർണമായ ഇസ്ലാം വൃത്തത്തിലുള്ള അകത്യന്റെ ശേഷമാക്കാം നമുക്ക് മറ്റ് മതസ്ഥരെ പോയി തോണ്ടിപ്പിടിക്കല്. അത് തന്നെ അതിനൊക്കെ ഒരു രീതികളുണ്ട്, അതിന് ചട്ടങ്ങളുണ്ട്, ചിട്ടകളുണ്ട്. ആ രീതിയിൽ തന്നെ മതി. ഒരാളെ മനസ്സ് നോവിച്ചുകൊണ്ടായിരിക്കരുത് സിംസാറെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ തൊടുത്തുവിടേണ്ടത്. നിന്റെ പ്രസംഗം കഴിഞ്ഞാലും ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയും ജീവിക്കണമെന്ന കാര്യം നീ ഓർക്കണം. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. LIC പോളി പറ്റൂല, മുമ്മിനിങ്ങൾ LIC എടുക്കാൻ പറ്റൂല. നാട്ടിൽ ഗൾഫുകാർ എത്തിയ എയർപോർട്ടിന്റെ പിന്നാലെ വരും LICക്കാര്. അവരെന്താ ബൈത്തുൽ മാലാണിത്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഹറാമാണ്. ലൈഫ് ഇൻഷുറൻസ് ആ വിഷയം ഹറാമാണ്, ഉമ്മങ്ങൾ പറ്റൂല. വാഹനം ലോൺ എടുത്ത് മേടിക്കാമോ? അത് ഇസ്ലാമിക് ഫൈനാൻസുകൾ എടുത്ത് മേടിച്ചോളി, ഹലാലാണ് ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന്. ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്യമതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല മുമ്മിനിങ്ങൾ. അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹലാലായ ചിക്കൻ കൊണ്ട് അങ്ങോട്ട് ഇവിടെ വാങ്ങണ ചിക്കൻ അല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയാണ് അയാൾ ഇറച്ചി വെക്കാണ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. അവരറുത്തത് പറ്റൂല, അതാ വിഷയം. അവര് മീൻ പിടിച്ചതാ പറ്റുമോ? പറ്റും. മീൻ അറക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോണൊക്കെ അധികം മുക്കന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ, അത് കുഴപ്പമില്ല. മത്സ്യത്തിന് കുഴപ്പമില്ല. ഇറച്ചി, മാംസം, ചിക്കൻ അവരർത്ഥതാണെങ്കിൽ പറ്റൂല. അവര് വാങ്ങിക്കൊണ്ടതാ, പീടിയിൽ ഹലാലായ ഫുഡ് വാങ്ങിക്കൊണ്ടെന്നാ, വെച്ചോട്ടെ, കുഴപ്പമില്ല. എന്റെ അത്ഭുത വിഷയം ഇതൊന്നും അല്ലട്ടോ. ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല. 10 കൊല്ലോ 15 കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാള് 10-15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലായിട്ട് അയാൾക്ക് മുസ്ലിം ആവാൻ തോന്നണില്ല എന്നാ. ഇതാ അത്ഭുതം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
നമ്മൾ ഇന്ന് ഇസ്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ? എന്താ നമ്മളൊക്കെ ചിന്തത്? തിന്നാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ വലിയ ഉഷാറാ. ഇയാളെ നരകത്തേക്കായി മനുഷ്യൻ പോണത്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഈ മനുഷ്യനെ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല അല്ലേ? പിന്നെ എന്ത് ദഅവത്താ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മളെ കൂടെ ഇരുന്നിട്ടൊക്കെ എങ്ങനെ ഒരു നന്നാവുക? ഇങ്ങനെ 10-25 കൊല്ലം റൂം കടന്ന ഹിന്ദുവാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ്. നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. സുബ്ഹാനല്ലാഹ്.